ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സദനം പ്രേമനെ ക്ഷണിക്കുന്നു. ഒന്നായി ഭവിക്ക നമ്മൾ, ഒന്നായി വസിക്ക നമ്മൾ, ഒന്നിച്ചു പങ്കിടാം നമ്മളാദിച്ച വീര്യമഖിലം. തേജസ്സോജസഖിലമരുളണം ഈശൻ നമുക്കായി സതതം. ദ്വേഷിച്ചിടായിക നമ്മൾ, സ്നേഹിച്ചിടാവു നമ്മൾ, രണ്ടല്ല നമ്മളൊന്നാണെന്നൊരു ചിന്തയിൽ വാണിടാം. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി. ആദ്യമായി സ്വാഗത പ്രസംഗത്തിന് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OM രവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ 776ാമത്തെ അരങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ക്ലബിൻ്റെ 60ാം വാർഷിക പരിപാടികൾ കഴിഞ്ഞ മാസം 5 ദിവസങ്ങളിലായി അരങ്ങേറുകയുണ്ടായി. ഇന്ന് മറ്റൊരു പ്രത്യേകത, ഇന്നിവിടെ മറ്റൊരു പ്രധാന പരിപാടി കൂടി നടക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലബിൻ്റെ ആജീവനാംഗവും കാലങ്ങളായി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഒരു വട്ടം പ്രസിഡൻറ്റും ആയി ചുമതല വഹിച്ച ശ്രീ ഡോക്ടർ AN കൃഷ്ണൻ രചിച്ച വാക്കിൻ്റെ ഉടലെഴുത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ്. കൃഷ്ണമാഷെ പറ്റിയിട്ടൊരു കാര്യം, ക്ലബിൻ്റെ പ്രതിമാസ പരിപാടികൾ നടത്തുന്ന കാര്യത്തിൽ അതാതു സമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും മറ്റും ക്ലബിൻ്റെ ഉന്നമനത്തിനായി അത്യധികം പ്രയത്നിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കഥകളിയെക്കുറിച്ച് തികഞ്ഞ പാണ്ഡിത്യവും അത്യധികമായ താല്പര്യവും എല്ലാം അതിനുള്ള മുതൽക്കൂട്ടായി അദ്ദേഹത്തിൽ വർത്തിക്കുന്നു. ഈ വേദി അലങ്കരിക്കുന്നതിനായി ഇവിടെ കുറേ പ്രശസ്ത വ്യക്തികൾ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാറാണ്. കലാമണ്ഡലം പ്രതിനിധി എന്ന നിലയിൽ ക്ലബ്ബുമായി വളരെയധികം സഹകരിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കഥകളിയുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലത്തിന് ചെയ്യാവുന്ന മിക്ക സഹായങ്ങളും അദ്ദേഹം ക്ലബിന് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന് ഇന്ന് നമുക്ക് ലഭിച്ചത്, ഈ പ്രകാശനത്തിൽ ലഭിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുസ്തക പരിചയം നടത്തുന്നത് ശ്രീ KC നാരായണ അവർകളാണ്. അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കും എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ സാഹിത്യമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം പല വാരികകളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അക്ഷരം പ്രതി എന്ന പേരിൽ തുടർച്ചയായ ഒരു വരിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ഏറ്റവും യോഗ്യനായ ഒരാൾ അദ്ദേഹം തന്നെയാണെന്ന് കരുതൽ സംശയമില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രസിഡൻ്റായ ശ്രീ KP രാധാകൃഷ്ണനാണെന്നായിരുന്നു ആദ്യ പരിപാടി. അദ്ദേഹത്തിന് ഇന്നൊരു വലിയൊരു തിരക്ക് വന്നത് കാരണം അതിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശാന്ത് G മേനോനാണ്. ഈ ക്ലബ്ബ് സെക്രട്ടറി പ്രശാന്ത് G മേനോനാണ്. അധ്യക്ഷനായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം പ്രസിഡന്റിന് വരാൻ പറ്റിയില്ല. എന്നാലും നമ്മുടെ രക്ഷാധികാരിയായ ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാടാണ്. ഇവരെ എല്ലാവരെയും ഞാൻ ഔപചാരികതയുടെ പേരിൽ
സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറും ഈ പുസ്തകത്തിൻ്റെ രചയിതാവുമായ ശ്രീ എൻ കൃഷ്ണനെ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കഥകളി പ്രേമികളെയും നാട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട് അവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം ഞാൻ സ്റ്റെപ്പിനിയാണ്, അപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ക്ലബിൻ്റെ 60 വർഷത്തെ ആദ്യം മുതൽക്കുള്ള ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇത് വളരെയധികം ആൾക്കാർ പ്രസംഗിക്കാറുണ്ട്. കെ സി നാരായണൻ, പ്രശാന്ത് രജിസ്ട്രാർ, എല്ലാവരും അത് പറയുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തട്ടെ. നമസ്കാരം. ഇന്നത്തെ ഈ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ശ്രീമാൻ കെ സി നാരായണൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹൃദയരെ, ഈ പുസ്തകത്തെ പറ്റി ആദ്യം പറയാനുള്ളത് ഇത് നല്ലൊരു പുസ്തകമാണ്. കഥകളിയെ പറ്റിയിട്ട് ഇതിനകം 70-ലധികം പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 71-ാമത്തെയോ 72-ാമത്തെയോ പുസ്തകമായിരിക്കും ഇത്. എന്തൊരു മറ്റൊരു സാഹിത്യ നാട്യകലയോ അതുപോലുള്ള കേരളീയ കലയോ ഒന്നും കിട്ടാത്ത മട്ടിലുള്ള പുസ്തകങ്ങളിലൂടെയുള്ള പുനർവിചാരങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഈ കഥകളി സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ കൗതുകമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കഥകളി സദസ്സിൽ ഒരു 250 ആൾ വരും എന്ന് നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലൊരു 600 കഥകളി അരങ്ങുകൾ ഒരു കൊല്ലം ഏറ്റവും ചുരുങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ 600 × 200 12,000 ആളുകളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ള ഒരു കലാ മേഖലയാണ് കഥകളി. ഇത്ര സാഹിത്യത്തിനില്ല, ഇത്ര തുള്ളലിനില്ല, ഇത്ര ചാക്യാരൂപത്തിനില്ല, ഒന്നിനുമില്ല. അപ്പോൾ ഇത്രയും വലിയ അംഗസംഖ്യയുള്ള ഒരു വലിയ നിയോജക മണ്ഡലമാണ് കഥകളി എന്നുള്ളത് ആണ് അതിനെ പറ്റിയിട്ടുള്ള പുനർവിചാരണകൾക്കൊക്കെ ആസ്പദമായിട്ടുള്ളത്. അത്രയധികം ആളുകൾ കഥകളി അത് കുറ്റിയേറ്റു, വംശമറ്റു, അത് കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇത്ര വലിയൊരു ജനസഞ്ചയം കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇത് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതിന്മേലുള്ള ജനശ്രദ്ധ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാണുന്ന ആളുകളും ഏറ്റവും സാമാന്യമായിട്ട് കാണുന്ന ആളുകളൊക്കെയുള്ള എത്രയോ വിഭാഗം ആളുകൾ ഒരു ശ്രദ്ധ ഇതിന്മേൽ പതിയുന്നുണ്ട് എന്നുള്ളതാണ് കഥകളി സംബന്ധിച്ചുള്ള വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം. അതിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയിട്ട്, കൊട്ടിനെ പറ്റി, പാട്ടിനെ പറ്റി, അഭിനയത്തെ പറ്റി, ഇതിനെപ്പറ്റിയൊക്കെ കൂലങ്കഷമായി ചിന്തിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും കാണിക്കുകയും ചെയ്യുന്ന ശില്പശാലകൾ പലയിടത്തും നടക്കുന്നുണ്ട്. സോദാഹരണ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ആ അർത്ഥത്തിൽ മറ്റൊരു കലയ്ക്കുമില്ലാത്ത മറ്റുള്ളൊരു പ്രേക്ഷക മണ്ഡലവും അവരുടെ സംവാദത്തിൻ്റെ മണ്ഡലവും ഒക്കെ വളരെ ഉണർന്ന് നിൽക്കുന്ന ഒരു കലയാണ് കഥകളി. അപ്പോൾ അതിൽ 72-ാമത്തെ പുസ്തകം കൂടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതാണ് ഇതിലുള്ള സന്തോഷം. ഇനി ഈ പുസ്തകത്തിലേക്ക് കടന്നാൽ ഇതിൻ്റെ ഘടന എന്താണ് എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് പല അധ്യായങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ അധ്യായം ഒരു സിമിയോട്ടിക്സ് എന്ന് പറയാവുന്ന ഈ നമ്മൾ ശരീരം എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു, എന്തെല്ലാം സങ്കേതങ്ങൾ കൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള സാമാന്യമായിട്ടുള്ള ഒരു വിവരണം, ഒരു ശാസ്ത്രം ആണത്. അതിൻ്റെ എങ്ങനെയാണ് പ്രതീകങ്ങൾ ആയിട്ടും ഈ പദങ്ങളായിട്ടും സൂചകങ്ങളായിട്ടും ഒക്കെ അർത്ഥം. നമ്മുടെ ശരീരം ഒരു ഭാഷയാണെങ്കിൽ, നമ്മുടെ ശരീരമല്ല എന്തും ഭാഷയാണ്. ഭക്ഷണം ഒരു ഭാഷയാണ്, ഭക്ഷണം ഭാഷയാണ്.
ശരീരം ഭാഷയാണ്, വസ്ത്രം ഭാഷയാണ്. അപ്പോൾ ഞാൻ ഈ ഷർട്ടിട്ട് നിൽക്കുമ്പോൾ, ഈ പാൻറ് ഇട്ട് നിൽക്കുമ്പോൾ ഇത് ഇതിനോട് യോജിക്കുന്ന ഒരു വേഷമല്ല എന്ന് ഒരാൾക്ക് പറയാം. ഇയാൾ ഇങ്ങനെ നല്ലല്ലോ നിൽക്കേണ്ടത്, അങ്ങനെ പറയാം. അങ്ങനെ ഓരോന്നും ഓരോ സന്ദേശം മറ്റാളുകൾക്ക് വിനിമയം ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വേഷം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റാകൃതികളൊക്കെ ഭാഷയാണ്. അങ്ങനെ ശരീരത്തിനെ തന്നെ ഒരു ഭാഷയാക്കിയിട്ട് മാറ്റിയിട്ടാണ് എല്ലാ നൃത്തകലകളും എല്ലാ നാടകകലകളും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ സവിശേഷമായിട്ട് കഥകളിക്ക് എന്താണ് ഉള്ളത് എന്നാണ് പിന്നെ അടുത്ത ആലോചന. അപ്പം കഥകളുടെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സാധ്യതയും ഇതുതന്നെയാണ്. അതിൽ മിണ്ടുന്ന ആളല്ല അഭിനയിക്കുന്നത്. അത് നല്ല വ്യത്യാസമല്ലേ? ഒരാൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനം പറയുന്നതിനോടൊപ്പം ആംഗ്യം കാണിക്കാം. പക്ഷേ ഇത് വർത്തമാനം പറയുന്ന ഒരാൾ പിന്നിൽ നിൽക്കണു, ആംഗ്യം കാണിക്കുന്ന ആൾ മുമ്പിൽ നിൽക്കണം. അങ്ങനെയുള്ളൊരു വിച്ഛേദം വന്നിട്ട് പിന്നെന്താ സംഭവിക്കണത്? ഈ ആംഗ്യം തന്നെ വളരെ വികസിച്ച് അത് ഒരു ഭാഷയായിട്ട് മാറി, അതൊരു കലാപ്രവർത്തനമായിട്ട് മാറിയതാണ് കഥകളിയുടെ ഒരു വിശേഷം. അതാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ അതൊരു അത്ഭുതമല്ലേ? അത് വേറെ എവിടെയും സംഭവിക്കില്ല. ഇല്ലെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ ഇത്ര വിപുലമായിട്ടുള്ള ഒരു ഭാഷ തന്നെയായിട്ട് പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അത് വെറും മുദ്രകളോ മുഖഭാവങ്ങളോ മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും ഫിസിക്കലൈസ് ചെയ്തിട്ടുള്ള ശരീരം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു കാര്യമാണ് ഇതിലത്തെ കഥകളിൽ. അതാണ് അടുത്ത ഭാഗമായിട്ട് വിവരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം മുഴുവൻ പങ്കെടുക്കുന്നു. ആ ശരീരം പങ്കെടുക്കുന്ന രീതിക്കനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മാറുന്നു. അപ്പം അവൻ എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിൽ നീ എന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ കാണിച്ചാൽ അവൻ നീചനായ നീ എന്നും, ഒരു പ്രത്യേക രീതിയിൽ കാണിച്ചാൽ അങ്ങ് ബഹുമാന്യനായ അങ്ങ് എന്നും ഒക്കെ ഈ ശരീരത്തിൻ്റെ രീതി കൊണ്ട് തന്നെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വലിയ വാങ്മയം തന്നെ ഈ കഥകളി സൃഷ്ടിച്ചിരിക്കുന്നു. അതതിൻ്റെ മൂന്നാമത്തെ വ്യത്യാസം. പിന്നെ അതുപോരായിട്ട് അതിൽ നൃത്തത്തിനെ കൂടി ലയിപ്പിച്ച് ചേർക്കണം. അപ്പം നൃത്തം കൂടി അതിൽ ലയിക്കുമ്പോൾ പല ദിക്കിലും അതിൻ്റെ അർത്ഥം തന്നെ മാറുന്നു. ചിലപ്പോൾ കേവലം നൃത്തം മാത്രമായിട്ട് നിൽക്കണു. ഇങ്ങനെ നൃത്തം, വാക്ക്, പിന്നിൽ പാട്ട്, കൊട്ട്, മേളങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നുണ്ടാവുന്ന അനുഭവമാണ് കഥകളിയുടെ അനുഭവം. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം മുഖങ്ങളെ കൊണ്ട്, ശരീരത്തിൻ്റെ മറ്റ് ആംഗ്യങ്ങളുടെ വെറും വേഷം കൊണ്ട് തന്നെ ഇതൊക്കെ സംവേദനം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രവർത്തനമുള്ള, പ്രകാശനമുള്ള ഒരു കലയായിട്ട് ഈ എങ്ങനെ കഥകളി മാറി എന്നുള്ളതാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ. അത് പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ ഇത് പിന്നീട് അത് കൂടുതൽ സവിശേഷമായിട്ട് ഓരോ കഥയിലും ഓരോ സന്ദർഭത്തിലും, പ്രത്യേകിച്ച് കോട്ടയം കഥകളിൽ ഇതെങ്ങനെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരണങ്ങളാണ് പിന്നീട് വരുന്ന അധ്യായങ്ങൾ. അത് പ്രധാനമായിട്ട് കോട്ടയം കഥകളിലാണ്. കോട്ടയം കഥകൾക്കുള്ള ഒരു പ്രാധാന്യം കൃഷ്ണൻ മാഷ് കാണിക്കുന്നത് അതിലാണ്. ആദ്യമായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത്. അത് അത്ഭുതമല്ലേ? ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം, അതിൻ്റെ ആട്ടത്തിലും ഒക്കെ വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു ആദ്യത്തെ കഥ ഈ നളചരിതമാണ്. ഈ കോട്ടയം കഥകളാണ്. അതെങ്ങനെ വന്നു? ആ കൃമിരവത്തിൽ ലളിത. അപ്പോൾ അതിനെപ്പറ്റി തന്നെ, അതിൻ്റെ ആട്ടക്രമങ്ങളെ പറ്റി തന്നെ പ്രത്യേകമായിട്ടിത് പറയുന്നു. ഇങ്ങനെ ഓരോ കഥകളിലും ഉള്ള ഈ തരത്തിലുള്ള ലാവണ്യശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്ത് എന്നുള്ളത് വിവരിക്കുന്നു. അതിനുശേഷം കഥകളിയിൽ പ്രവർത്തിച്ച പ്രഗത്ഭരായ ആളുകളെ പറ്റിയും കലാകാരന്മാരെ പറ്റിയും പറയുന്നു. ഇങ്ങനെ കഥകളി എന്നുള്ള കലയുടെ സീമിയോട്ടിക്സ് എന്ന് തുടങ്ങി അത് എങ്ങനെ ഒരു രസസംവേദനം നടത്തുന്നു എന്നുള്ളത് തുടങ്ങി എങ്ങനെ അതിൻ്റെ പ്രാക്ടീഷണേഴ്സിലേക്ക് വന്ന് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു കലാപഠനമായിട്ട് ഇത് നിൽക്കുന്നു. എനിക്കിതിൽ പ്രത്യേകമായിട്ട് ആകർഷകമായിട്ട് തോന്നിയ ചില നിരീക്ഷണങ്ങളെ പറ്റിയാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ പുതുമ. ഇതൊക്കെ ആർക്കും സാമാന്യമായിട്ട് നിശ്ചയമുള്ളതാണ്. പക്ഷേ ഈ കൃഷ്ണൻ മാഷുടെ ഒരു ഇതെന്താണ് ഇത്, അതിൽ പുതിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് വളരെ താല്പര്യം ജനിപ്പിച്ചു. ഒന്നാമത്, കല്യാണ സൗഗന്ധികത്തിനെ പുതിയ രീതിയിൽ നോക്കി കാണുന്നു. അത്
ഗംഭീരമായി. കല്യാണ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ 2 തരം കാർഡുകളുണ്ട് എന്നുള്ളത്. ആദ്യത്തെ അത് ഞാൻ വായിക്കാൻ, എനിക്ക് ശ്ലോകം എനിക്ക് ബൈഹാർട്ട് നിൽക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വായിക്കേണ്ടത്. അത് കല്യാണ സൗന്ദര്യത്തിനെ പറ്റിയാണ് സവിശേഷമായിട്ട് പറയുന്നത്. മഹാഭാരതത്തിലെ സൗഗന്ധിക അപഹരണ കഥയാണ് ഇവിടെയും അവലംബിക്കുന്നത്. കല്യാണ സൗഗന്ധ്യം വ്യായോഗം എന്നുള്ള നീലകണ്ഠ കവിയുടെ ഒരു കൃതി അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കല്യാണം എന്നത് പറയുന്നില്ല, സൗഗന്ധികം എന്നേ പറയുന്നുള്ളൂ. പക്ഷേ അതിൽ പിന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാടാണ് ഇവിടെ അന്തരീക്ഷം. അപ്പോൾ ആദ്യം തന്നെ കാടിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിൽ വരുന്നത്. കാലേ കദാചിതഥ കാമിജനാകുലേ നാഗലേ മാലേയ മാരുത വിലോളിത മാലതീകെ ലീലാരസേന വിജിരൻ വിപിനേ വിനോദലോലാം സമീരണസുതോ രമണീയും അഭാസിത് എന്നിങ്ങനെ ഭീമനെയും പാഞ്ചാലിയെയും അവതരിപ്പിക്കുന്ന ശ്ലോകം കൃത്യമായ രംഗവിവരണം നൽകുന്നുണ്ട്. പ്രണയികൾക്കനുകൂലമായ ചന്ദനക്കാറ്റിൽ ഇളകുന്ന പിച്ചകവള്ളികളോടുകൂടിയ വനത്തിൽ ക്രീഡാസക്തനായി നടക്കുന്ന ഭീമൻ വിനോദലോലയായ പാഞ്ചാലിയോട് പറഞ്ഞു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. പിച്ചകഗന്ധത്തോട് ഇടകലർന്ന ചന്ദനക്കാറ്റ് അതിതീക്ഷ്ണമായ ഗന്ധങ്ങളുടെ സമ്മിശ്രാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ കാറ്റും പിച്ചകവള്ളിയും ഭീമനെയും പാഞ്ചാലിയെയും സൂചിപ്പിക്കുന്നു. അതാണ് ആ ദ്വന്ദ്ം ഈ ഭീമനെയും പാഞ്ചാലിയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെറും കാറ്റല്ല, ചന്ദനഗന്ധവുമായി വരുന്ന കാറ്റാണ്. ഗന്ധം ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട്. സുഗന്ധപൂരിതമായ കാറ്റ് ഭീമൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. ഇതെത്രമാത്രം തീക്ഷ്ണമായിരുന്നു എന്ന് തുടർന്നുള്ള പദത്തിൽ പരാമർശിക്കുന്നത്. പൂഞ്ചോല തോറും നടന്നു നല്ല പൂമണം മെല്ലെ നുകർന്നു, ചാഞ്ചാടി മോദം കലർന്നു, ചാരുപവനൻ വരുന്നു. കാറ്റ് ചാഞ്ചാടി വരുന്നു എന്നുള്ളത് ഭീമൻ്റെ ഉത്സാഹത്തിമർപ്പിനെയാണ് കാണിക്കുന്നത്. പൂഞ്ചോല തോറും നടന്ന് പൂമണം മെല്ലെ നുകർന്നാണ് കാറ്റ് വരുന്നത്. പൂമണം വഹിച്ച് വരുന്ന കാറ്റല്ല, പൂമണം നുകർന്നു വരുന്ന കാറ്റാണ്. രതിസൂചകമാണ് ആ പദം. പൂമണം നുകരുന്ന കാറ്റ് യഥാർത്ഥത്തിൽ ഭീമൻ തന്നെയാണ്. അതാണ് അതിൻ്റെ കണ്ടെത്തലിൻ്റെ ഒരു ഭംഗി. ഈ കാറ്റും ഈ ഭീമനും വെവ്വേറെയല്ല, ആ കാറ്റ് തന്നെയാണ് ഭീമൻ. മാരുതിയാണല്ലോ, മരുത്തിൻ്റെ പുത്രനാണല്ലോ. അപ്പോൾ ഈ കാറ്റ് എന്നുള്ളത് ഈ കഥയിൽ വെറും ഒരു ഇതല്ല, ആ കഥയിൽ ഉടനീളമുള്ളൊരു പ്രമേയമാണ് എന്നതിലേക്കാണ് ഈ ആലോചന പോകുന്നത്. ഭീമനിലുള്ള ഉത്കടമായ വികാരാവേഗത്തെ പ്രകൃതിയിലൂടെ പ്രതിബിംബിക്കുകയാണ്. അപ്പോൾ ഈ ഭീമൻ്റെയും പാഞ്ചാലിയുടെയും മനോഗതങ്ങൾക്കുള്ള ഒരു ബാഹ്യമായിട്ടുള്ള അവലംബം ആണ് ഈ പ്രകൃതി. അങ്ങനെ കഥകളിയിൽ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങൾക്ക് ഒരു അവലംബമായിട്ട് പ്രകൃതി മുഴുവൻ വരിക, അത് കവിതകളിലല്ലാതെ മറ്റ് കലകളിൽ കാണുന്നില്ല. അത്ര ഉന്നത നിലവാരത്തിലേക്ക് ഈ സൂക്ഷ്മദൃക്കായ കോട്ടയം തമ്പുരാൻ പോകുന്നു. ഇനി ഇത് കാറ്റ് സൗമ്യവും സുഗന്ധപൂരിതവും ഒക്കെ ആണെങ്കിൽ ആ പ്രകൃതി അങ്ങനെ തന്നെയാണ്, വളരെ പ്രേമമധുരവും ഒക്കെ ആയിട്ടുള്ള കാറ്റാണ്. പ്രകൃതിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റുണ്ട്, രണ്ടാമത്തെ ഭീമനുണ്ട്. അത് മറ്റൊരു ഭീമനാണ്. അവിടെ ഭീമൻ ശൃംഗാരലോലനും പൂഞ്ചോല തോറും നടന്ന് അങ്ങനെയുള്ള ആളാണ്. പക്ഷേ പ്രകൃതിയുടെ മറ്റൊരു ഭാവം കൂടി രണ്ടാമത്തെ ഭാഗത്തിൽ വരിക. പൂതേടിയുള്ള ഭീമൻ്റെ യാത്രയിലാണത്. ഇവിടെ കാണുന്നത് സൗമ്യമായ മധുരമായ മനോഹരമായ കാടല്ല, വിക്ഷുബ്ധമായ ഘോരവനമാണ്. കാടിൻ്റെ ആകർഷണീയമായ ഒരു അന്തരീക്ഷമല്ല, പ്രക്ഷുബ്ധമായ പശ്ചാത്തലമാണ് കവി അവിടെ ആവിഷ്കരിക്കുന്നത്. കവിയല്ല, കവി വർണ്ണനയിൽ നടൻ അഭിനയിക്കുന്നതാണ്. കാരണം എല്ലാം അടിച്ച് തകർത്ത് മുന്നേറുന്ന മനുഷ്യൻ എന്നൊരാളുടെ അഹന്ത, അതാണ് അവിടെ വരുന്നത്. ആദ്യത്തേൽ പ്രകൃതിയെ നുകർന്നും പുണർന്നും ആസ്വദിച്ചും ഇണങ്ങിയും ചേരുന്ന ഒരു മനുഷ്യനും മനുഷ്യത്തി.
രണ്ടാമത്തേതല്ല, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു ഘോരത, ശക്തി, പരാക്രമം, പ്രകൃതിയിലുള്ള മെക്കിട്ട് കയറ്റം, അതാണ് അതിൽ വരുന്നത്. കാരണം എല്ലാം തകർത്ത് മുന്നേറുന്ന മനുഷ്യൻ്റെ അഹന്തയാണ് ഇവിടെ. ഭീമൻ്റെ കാലുകളുടെ ഊക്കോടുകൂടിയ ചവിട്ടേറ്റ് മല കരയുന്നു, ജന്തുക്കൾ ഭയത്തോടുകൂടി ഓടുന്നു, മൃഗങ്ങളെല്ലാം ഉറക്കെ കരയുന്നു, ആനകൾ ഭയപ്പെട്ടോടുന്നു. ഭീമൻ്റെ കാലുകളുടെ ചവിട്ടേറ്റ് സിംഹങ്ങളൊക്കെ ഗുഹയിൽ ചെന്നൊളിക്കുന്നു, മരങ്ങൾ തല്ലിത്തകർത്ത് വഴിയുണ്ടാക്കി ഭീമൻ കാട്ടിലൂടെ നടക്കുകയാണ്. ഈ അഹന്തയുടെ മുന്നിൽ, ഇതാണ് മനുഷ്യൻ്റെ, ഒരു മനുഷ്യൻ്റെ അല്ല, മനുഷ്യവംശത്തിൻ്റെ അഹന്തയാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിലുള്ള ഭീമൻ കാണിച്ചു തരുന്നത്. ആദ്യത്തേൽ ഈ മനുഷ്യൻ പ്രകൃതിയുമായി ലയിച്ചും രമിച്ചും രഞ്ജിച്ചും പോകുന്നതിന്, അത് രഞ്ജിപ്പാണ് രതി. അങ്ങനെ രതിയുടേതായ ഒരു ഭീമൻ ഒന്നാമത്തെ ഭാഗത്തിൽ വരുമ്പോൾ, അതിൻ്റെ മറ്റേ ഭാഗമായിട്ട് ഈ അഹന്തയോടുകൂടി ചവിട്ടി മെതിച്ച് എല്ലാം തകർത്ത് മുന്നേറുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഈ രണ്ടാമത്തെ ഭീമനിൽ വരുന്നത്. ഒരേ ഭീമൻ തന്നെ, പക്ഷെ രണ്ട് ഭാവങ്ങളാണ്. അങ്ങനെ പ്രകൃതിയെ തകർത്ത് മുന്നേറുന്ന മനുഷ്യൻ്റെ അഹന്തയാണ് ഇവിടെ കാണുന്നത്. ഈ അഹന്തയുടെ മുന്നിൽ എന്താ വരുന്നത്? ഒരു വൃദ്ധനായ വാനർ. അത് വെച്ചു, അതാണ്. പിന്നെ മൃഗം വരികയാണ്. മൃഗം വളരെ ദയനീയനായ വൃദ്ധനായ ഒരു മൃഗം അയാളുടെ അഹന്തയ്ക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലെത്തിക്കിടക്കും. ഹനുമാന് ആ മൃഗത്തിൻ്റെ വാലിളക്കാൻ പോലും പറ്റുന്നില്ല. അത് തൻ്റെ കരബലത്തിന് അതിന് ശക്തിയില്ല എന്ന് ആ അഹന്താശാലിയായ മനുഷ്യൻ തിരിച്ചറിയുന്നു. ഒരു വാനരൻ്റെ വാലിന് മനുഷ്യൻ്റെ കരബലം എത്ര നിസ്സാരമാണ് എന്ന് തെളിയിക്കുക ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹനുമാൻ്റെ അത്ഭുത ശക്തിയെ തെളിയിക്കുക എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ശക്തി എത്ര പരിമിതവും അവൻ്റെ അഹന്ത എത്ര ഭീമവും ആണ് എന്ന് കാണിക്കുന്ന മട്ടിലുള്ള ഒരു മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു സംഗതി കൂടി, ഒരു ഭാവം കൂടി ഈ കല്യാണ സൗഗന്ധികത്തിൻ്റെ അവതരണത്തിൽ ലയിച്ച് കിടപ്പുണ്ട് എന്ന് ഇദ്ദേഹം പറയും. അത് ആ കല്യാണ സൗഗന്ധികം ആട്ടക്കഥകളുടെ മാത്രമല്ല, അതിൻ്റെ സാഹിത്യത്തിൻ്റെ മാത്രമല്ല, അതിൻ്റെ രംഗപാഠത്തിലുടനീളം ആ ചലനങ്ങൾ, ആദ്യത്തെ ചലനങ്ങളിലൊക്കെയുള്ള സൗമ്യ മധുര ലാസ്യ മോഹനമായിട്ടുള്ള ഭാവവും അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലുള്ള ഉദ്ധതമായിട്ടുള്ള ഒരു ഭാവവും, ഇങ്ങനെ മനുഷ്യൻ്റെ രണ്ട് പാഠങ്ങൾ തന്നെ ആ രംഗപാഠങ്ങളിൽ തന്നെ അത് വിസ്തരിച്ച് കാണാം എന്നുള്ളിടത്ത് കാഴ്ച. അങ്ങനെ പറയുമ്പോൾ ഇനി നമ്മൾ കല്യാണ സൗഗന്ധികം കാണുമ്പോൾ മുമ്പ് കണ്ട രീതിയിൽ മാത്രമാവില്ല നമ്മളത് കാണും. ഇതാണ് നിരൂപണം കൊണ്ടുണ്ടാവേണ്ട ഒരു വിശേഷം. ഒരു കൃതി അല്ലെങ്കിൽ ഒരു രംഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കല ഈ നിരൂപണം കൊണ്ട് വേറൊന്നായിട്ട് കാണാൻ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിരൂപണം കൊണ്ടുള്ള മെച്ചം. ഇപ്പം ഏത് നിരൂപണ പുസ്തകത്തെയും ഏത് കലാസൃഷ്ടിയെ പറ്റിയുള്ള വിചാരത്തെയും നമ്മൾ പരിശോധിക്കേണ്ടത് ആ കൃതിയെ ഒന്ന് വേറൊരു വെളിച്ചത്തിൽ, വേറൊരു കണ്ണോടിക്കൂടി കാണാൻ അത് സഹായിക്കുന്നുണ്ടോ, അത് ഇല്ലൂമിനേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് വെളിച്ചം വിതറുന്നുണ്ടോ. അപ്പോൾ ഇത് വലിയ വെളിച്ചത്തിൽ വിതറി. ഇപ്പം ഇനി നമുക്ക് ഈ ആ കല്യാണ സൗഗന്ധികം കഥ വെറും ഒരു ഭീമൻ്റെയോ പാഞ്ചാലിയുടെയോ മാത്രം കഥയായിട്ടല്ല കാണാൻ പറ്റുക. നേരെ മറിച്ച് അത് മനുഷ്യൻ്റെ കഥ, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ, ഒരു എക്കോളജിക്കൽ കഥ ആയിട്ട് നമുക്ക് കല്യാണ സൗഗന്ധികം കാണാം. അപ്പോൾ അങ്ങനെ ഇതൊരു എക്കോളജിക്കൽ വായന ആണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കല്യാണ സൗഗന്ധികത്തിൻ്റെ പച്ചവേഷമാണുള്ളത്. അപ്പോൾ യഥാർത്ഥമായിട്ട് അതിൻ്റെ ഹരിത ദർശനം എന്നാണ് അതിൽ മാഷ് ഇതിന് വിശേഷണം കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചയുടെ തുടിപ്പുള്ള കഥകളി വേഷത്തിൽ പിന്നെ ഒരു ഹരിത ദർശനപരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നൽകിക്കൊണ്ട് അതിനെ ഒന്നുകൂടി പ്രഭാപൂരിതമാക്കിയിട്ട് വെളിച്ചം വീശുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗംഭീരമായ മൗലിക വീക്ഷണം. അതാണ് ഇതിലത്തെ ഒരു
ഗുണമായിട്ടോ ഇല്ലെങ്കിൽ മേന്മയായിട്ടോ ഈ പുസ്തകത്തിൽ ഇത് ഉടനീളമുണ്ട് ഇതിൽ എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷം. ഈ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ സൂര്യൻ പ്രവേശിച്ച് മറയുന്നതിന് അത് പറയാ ഈ തിരശ്ശീലെങ്ങനെ മാറ്റി ആ വീശലിൽ സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെയാണ് അത് കാണപ്പെടുന്നത്. അത് എനിക്ക് വളരെ അത്ഭുതകരമായിട്ടൊരു വീക്ഷണമായിട്ട് തോന്നി. ആ സൂര്യൻ വരുന്നു പോകുന്നു, ഉദിക്കുന്നു അസ്തമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള രൂപകങ്ങളെ ഇതിൽ കണ്ടെത്താനും അത് വ്യാഖ്യാനിക്കാനും അങ്ങനെ കഥകളിയെ നമുക്ക് വേറൊരു കണ്ണുകൊണ്ട് കാണാനുമുള്ള സാധ്യത ഈ പുസ്തകം തുറന്നു തരുന്നു, നമുക്ക് നൽകുന്നു. അതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകം ആകെ തന്നെ കഥകളിയെ നമ്മുടെ അച്ഛനോ മുത്തശ്ശനോ കണ്ട പോലെ അല്ല ഇപ്പോൾ ഇത് കാണുന്നത്. ഇത് ഇന്നത്തെ എക്കോളജിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ദശയിൽ കാണുന്ന ഒരു കാഴ്ചയായിട്ട് ഈ കഥകളിയെ ഈ പുസ്തകം മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോഴാണ് ഒരു കൃതി ആ കാലത്തിൻ്റെ കൃതിയായിട്ടും നമുക്ക് നവീനമായിട്ടുള്ള കൃതിയായിട്ടും നമ്മളുടെ ഇന്നത്തെ കൃതിയായിട്ടും ഇങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള അനുഭൂതി വ്യത്യാസങ്ങളുടെ കൃതിയായിട്ടും മാറുന്നത്. ഇങ്ങനെ കൃതികളെ പുതിയ കണ്ണുകൊണ്ട് കണ്ട് ഈ കാലത്തിൻ്റേതാക്കി മാറ്റുക എന്നുള്ളതാണ് നിരൂപണത്തിൻ്റെ ഒരു പ്രധാനമായ ജോലി. ആ ജോലി വളരെ വിദഗ്ധമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും എത്രയോ അരങ്ങുകൾ കണ്ട ഒരു പരിചയത്തിൻ്റെ പിൻബലത്തിൽ ഈ കൃഷ്ണൻ മാഷ് ഇതിൽ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ മേന്മ, നിസ്സംശയമായ മേന്മയാണ്. അങ്ങനെ പുസ്തകത്തിനെ അവതരിപ്പിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കൃഷ്ണൻ മാഷിക്ക് ഈ പുസ്തകത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ഈ പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനത്തിന് കലാമണ്ഡലം രജിസ്ട്രാർ ശ്രീ രാജേഷ് കുമാർ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി സെക്രട്ടറി പ്രശാന്ത് മേനോനെയും ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ രാജേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ആരാധ്യരായിട്ടുള്ള ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാമണ്ഡലം രജിസ്ട്രാർ എന്ന ഔദ്യോഗിക പദവിയിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രതിസന്ധിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന്. കഥകളി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പോലും അറിയാത്ത ഞാൻ കഥകളിയെക്കുറിച്ച് വളരെ ആധികാരികമായൊരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നടത്തിയിട്ട് ഇനിയിപ്പോൾ എന്തു പറയും എന്നുള്ളതാണ്. പക്ഷേ 2-3 വർഷത്തെ കലാമണ്ഡലത്തിലെ പരിചയം വെച്ച് എനിക്ക് പലപ്പോഴും കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും സാധ്യതകൾ ഏതൊക്കെ തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത് എന്നത് വളരെയധികം ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ജപ്പാനിൽ നിന്ന് വന്ന ഒരു നാടക സംഘവുമായി കലാമണ്ഡലം ഒരു ധാരണയിലെത്തി. ഒരു ജാപ്പനീസ് തിയേറ്റർ കമ്പനിയാണ്. അവരുടെ തദ്ദേശീയമായൊരു നൃത്തരൂപവും നമ്മുടെ ഇവിടുത്തെ കഥകളിയും കൂടിയാട്ടവും ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങളുടെ കൂടിച്ചേർത്ത് ഒരു പ്രൊഡക്ഷനെക്കുറിച്ച് ആലോചിക്കാനാണ്. ഒരു നോർവീജിയൻ നോവല് കഥകളിയാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസ്കൃതവും മണിപ്രവാളവും മലയാളവും ഒന്നും അറിയാത്ത ഈ സായിപ്പന്മാരെങ്ങനെയാണ് ഈ കഥകളിയുടെ സങ്കേതങ്ങളെയും കൂടിയാട്ടത്തിൻ്റെയൊക്കെ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നത് എന്നത് വളരെയധികം ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. കൃഷ്ണമാഷിൻ്റെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ലോകത്തിൻ്റെ ആവിർഭാവം, അല്ലെങ്കിൽ ലോകത്ത് ഭാഷയാണോ ആംഗ്യമാണോ ആദ്യമുണ്ടായത്, ആംഗ്യവും ഭാഷയും തമ്മിലുള്ള ബന്ധം, ശരീരത്തിൻ്റെ ഭാഷ, KC സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തും അതൊരു ആശയവിനിമയത്തിനുള്ള സങ്കേതമായി മാറുമ്പോൾ ശരീരഭാഷയുടെ പ്രത്യേകത. അപ്പോൾ ഈ ശരീരഭാഷ, കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും ശരീരഭാഷ ഏത് രീതിയിലാണ് ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുന്നത്, അങ്ങനെ ഒട്ടേറെ അക്കാഡമിക് ആയിട്ടുള്ള
ചോദ്യങ്ങൾ അല്ലെങ്കിൽ സമസ്യകളൊക്കെ ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനം ഒരു കലാ അക്കാഡമി, ഒരു ആർട്ട് അക്കാഡമി മാറി ഒരു സർവകലാശാല അല്ലെങ്കിൽ കൽപ്പിത സർവകലാശാല ആവുന്ന സമയത്ത് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക്, സമസ്യകൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് കലാമണ്ഡലത്തിൻ്റെയും കൂടെ ബാധ്യതയാണ്. പക്ഷെ പലപ്പോഴും ബോർഡുകൾ മാത്രമാണ് മാറുക. ആദ്യം അക്കാഡമി ആയിരുന്നു, ഇപ്പോൾ അത് കൽപ്പിത സർവകലാശാലയാണ്. ഇനി ബോർഡ് മാറി സമ്പൂർണ്ണ സർവകലാശാല ആക്കുമ്പോഴും കാര്യമായിട്ടുള്ള ഇതിനൊരു ജ്ഞാന മേഖലയായി കണക്കാക്കുകയും ജ്ഞാന നിർമ്മിതിക്കുള്ള അവസരങ്ങളാണ്, അതിൻ്റെ സങ്കേതങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. കൃഷ്ണമാഷെ പോലുള്ളവരാണ് ഇതിന് പുതിയ പരിപ്രേക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ വീക്ഷണങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ കല്യാണ സൗന്ദര്യം എന്ന ആട്ടകഥയെ മാറിയ ലോകക്രമത്തിലെ ഈ പ്രകൃതി നേരിടുന്ന വെല്ലുവിളികളുമായി ചേർത്ത് നിർത്തി എങ്ങനെ വായിച്ചെടുക്കാം, ഇത്തരത്തിൽ ഒരു ജ്ഞാനമേഖലയായിട്ട് കണ്ടുകൊണ്ട് കഥകളിയെയും കൂടിയാട്ടത്തെയും ഒക്കെ നമ്മൾ സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിലേറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാപനം കലാമണ്ഡലമാണ്. പക്ഷേ എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്നാലും കൃഷ്ണമാഷെ പോലുള്ളവർ, അതുപോലെ വേണുഗോപാലൻ സാറ്, TS മാധവൻകുട്ടി സാറ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെയുള്ള കഥകളി ചെയ്യാത്തവർ, കഥകളി കണ്ടുള്ള ശീലം കൊണ്ട് മാത്രം ഇതിനെ വ്യാഖ്യാനിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ കലാകാരന്മാർ തന്നെയാണ് ഇതിലേക്ക് ഉയരേണ്ടത്. കഥകളി ചെയ്യുന്നവർ തന്നെയാണ് ഇതിന് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ വീക്ഷണങ്ങളും കണ്ടെത്തേണ്ടത്. തീർച്ചയായും കൃഷ്ണമാഷുടെ ഈ പുസ്തകം ആ ഒരു മേഖലയ്ക്ക് തികഞ്ഞ സംഭാവനയാണ്. അത്തരത്തിലുള്ള ചിന്തയ്ക്ക് ഇത് ഉദ്ദീപകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൃഷ്ണമാഷക്ക് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ AN കൃഷ്ണൻ മാഷെ ക്ഷണിച്ചോളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ സന്നദ്ധത കാണിച്ച തൃശ്ശൂർ ക്ലബിനോടുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്താം. മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെയൊരു പുസ്തകത്തിൻ്റെ രചനയ്ക്ക് എന്നെ പ്രാപ്തനാക്കിയതിൽ നല്ലൊരു പങ്ക് തൃശ്ശൂർ കഥകളി ക്ലബിനുണ്ട്. എൻ്റെ യൗവനകാല കഥകളി കാഴ്ചകളിലേറെയും ഞാൻ തൃശ്ശൂർ ക്ലബിലാണ് കണ്ടിട്ടുള്ളത്. പിന്നീടാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് വാഴയങ്കടയോ ഒക്കെ ചെർപ്പളശ്ശേരിയൊക്കെ പോയി കാണാനുള്ള അവസരമുണ്ടായത്. ആദ്യത്തെ കാഴ്ചകൾ തൃശ്ശൂർ ക്ലബിലാണ്. അതിന് മുമ്പ് ഇരിങ്ങാലക്കുടയും ഒക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഒരു കൃത്യമായൊരു ബോധത്തോടു കൂടി ഇതിനെ സമീപിച്ചത് തൃശ്ശൂർ ക്ലബിലെ കളി കണ്ടാണ്. അതുകൊണ്ട് ആ നിലയ്ക്കും തൃശ്ശൂർ ക്ലബിനോടുള്ള നന്ദി അറിയിക്കുക. പിന്നെ ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് താരതമ്യേന അപ്രശസ്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസം അനുഭവിച്ചു കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇതിലെ ലേഖനങ്ങൾ ഒന്നിച്ചൊരു പുസ്തകത്തിന് വേണ്ടി എഴുതിയതല്ല. ഒരുപക്ഷെ 2000 മുതൽ അല്ലെങ്കിൽ 2010 ഒക്കെ മുതൽ പല സന്ദർഭങ്ങളിലായി പല സാഹചര്യങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ പിന്നീട് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി ഇതിൽ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഏതാണ്ട് 2017 ഈ പുസ്തകത്തിൻ്റെ ഇത് പൂർണ്ണമായി. അതിനുശേഷം ഇത് പ്രസിദ്ധീകരിക്കാനുള്ളൊരു തത്രപ്പാടിലായി പലരെയും സമീപിച്ചു, നടന്നില്ല. അവസാനം ഞാനിത് വള്ളത്തോൾ വിദ്യാപീഠത്തിന് അയച്ചു കൊടുത്തു. എൻ്റെ 2 പുസ്തകങ്ങൾ, സാഹിത്യസംബന്ധമായ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് വള്ളത്തോൾ വിദ്യാപീഠമാണ്. അവിടെ അച്യുതൻ മാഷാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ അന്ന് അദ്ദേഹം കലാമണ്ഡലത്തിലെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതലയും കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അത് കലാമണ്ഡലത്തിലേക്ക് റെഫർ ചെയ്തു. ഇങ്ങനെ 2021 വരെ അത് കലാമണ്ഡലത്തിരുന്നു. അതിനിടയ്ക്ക് കലാമണ്ഡലം എന്നെ വിളിച്ച് ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെയും കുറേ കാലം കാത്തിരുന്നിട്ടും അതെങ്ങും എത്തില്ല എന്ന് തീർച്ചയായപ്പോൾ ഞാനത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്തു.
ഭാഗ്യത്തിന് അതിന് മുമ്പേ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി എനിക്കൊരു ബന്ധം ഉണ്ടാക്കേണ്ടി വന്നു. അതായത് 1982 83 മറ്റോ പ്രസിദ്ധീകരിച്ച ഒരു വ്യാകരണ ഗ്രന്ഥം കൈരളി ശബ്ദാനുശാസനം, അതിൻ്റെ ഒരു സംശോധിത പതിപ്പ് ഇറക്കാൻ അവരാലോചിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. അത് ഇതേവരെ പുറത്തു വന്നിട്ടില്ല കേട്ടോ, ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ബന്ധം അക്കാലത്ത് ഉണ്ടായി. അതിന് ശേഷം ഇനി അവരായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നീട് ഞാനത് അയച്ചു കൊടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു എഡിറ്റർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് അത് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് കാര്യമില്ല, അത് ഒരു സമിതിയാണ് തീരുമാനിക്കേണ്ടത്. പ്രിയ വർഗീസ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ പ്രിയ വർഗീസിന് അത് എത്തിച്ചു കൊടുത്തു. പ്രിയ വർഗീസാണ് എന്നെ കൈരളി ശബ്ദാനുശാസനത്തിന് വേണ്ടി വിളിച്ചത്. അങ്ങനെ അത് പൂർണ്ണമായില്ല. അത് അങ്ങനെ കൊടുത്തു. അത് കുറേ കാലം അവിടെ ഇരുന്നു. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ഇതിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൂഫൊന്നും നോക്കണ്ടേ? അല്ല, അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിൽ കുറേ കുഴപ്പങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെ അതിന് അവർ തയ്യാറായതിൽ എനിക്ക് അവരോടുള്ള കൃതജ്ഞതയുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. കലാവണത്തിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ ഒക്കെ ഇരിക്കുക തന്നെയുള്ളൂ, എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുകയുള്ളൂ. എന്തായാലും ഇതൊന്ന് പൂർത്തീകരിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോഴാണ് തൃശ്ശൂർ ക്ലബ്ബ് ഇതിന് സന്നദ്ധത കാണിച്ചത്. ഞാൻ എൻ്റെ കഥകളിക്കാഴ്ചയാണ് ഈ പുസ്തകം, വേറൊന്നുമല്ല. വേറൊരാളുടെയും കഥകളി മറ്റുള്ളവർ കഥകളി കാണുന്നത് ഇങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. ഞാൻ എങ്ങനെയാണ് കഥകളി കാണുന്നത് എന്ന് മാത്രമാണ്. അത് ഈ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ഒരു പരിചയം കൊണ്ട് കഥകളിയെ ഞാൻ ക്രമമായി മനസ്സിലാക്കിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എങ്ങനെ കഥകളി കാണുന്നു, മറ്റൊന്നുമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് ശരീരഭാഷ കൊണ്ടുള്ള ഒരു ആവിഷ്കാരം എന്ന നിലയിലാണ്. ആ ആവിഷ്കാരം എങ്ങനെയാണ് സംവേദനം ചെയ്യുന്നത് എന്നും ആ സംവേദനം ചെയ്ത വസ്തുതയെ ഞാൻ എങ്ങനെയാണ് ആഗിരണം ചെയ്തത് എന്നും 3 രീതിയിലാണ് ഇതിനെ സമീപിച്ചിരിക്കുന്നത്. പഴയ നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കല്പം അതിപ്പോഴും പ്രസക്തമാണ്. 3 A's എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അത് ആക്ടർ, ഓതർ, ഓഡിയൻസ് എന്ന്. അതിന് സമാനമായിട്ടാണ് ഞാനിവിടെ കഥകളി അരങ്ങ്, പാഠമരങ്ങ്, പ്രേക്ഷകൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് സമാനമാണ്. എങ്ങനെയാണ് ഒരു പാഠം അരങ്ങായിട്ട് മാറുന്നത് എന്നും എങ്ങനെയാണ് ആ അരങ്ങ് പ്രേക്ഷകനിലേക്ക് എത്തുന്നതെന്നും പ്രേക്ഷകൻ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെൻ്റെ കാഴ്ച മാത്രമാണ്. ഒരിക്കലും ഇത് അവതരണത്തെക്കുറിച്ചല്ല. എനിക്ക് അവതരണത്തെക്കുറിച്ച് പറയാൻ ഞാൻ ശാസ്ത്രീയമായ കഥകളി പഠിച്ച ഒരാളല്ല, കണ്ട് ശീലമുള്ള ഒരാൾ മാത്രമാണ്. ഇപ്പോഴും പരമുദ്രകളും കണ്ടാൽ എനിക്ക് മനസ്സിലായിക്കൊള്ളൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഞാൻ എങ്ങനെയാണ് ഒരു സന്ദർഭത്തെ കാണുന്നത്, അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ശില്പത്തിൻ്റെ പൂർണ്ണതയാണിത്. ഒരു ശില്പം, ആ ശില്പം ഇങ്ങനെ ക്രമമായി കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഒരു അനുസ്യൂതിയിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ് കഥകളിയിലെ ഓരോ സന്ദർഭവും. അതുകൊണ്ട് ശരീരമാണ് കഥകളിയിലെ ആത്യന്തികമായ ഉപാധി എന്നും അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് എഴുതി വയ്ക്കുക മാത്രമാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ഓഡിയൻ റെസ്പോൺസ് തിയറി എന്നോ റീഡർ റെസ്പോൺസ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണം സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിനെ എല്ലാവർക്കും അതിനെ അംഗീകരിക്കണം എന്നില്ല, ഇതിനെ എതിർക്കാം ആർക്ക് വേണമെങ്കിൽ. പക്ഷേ ഇത് എൻ്റെ കാഴ്ച മാത്രമാണ്. ആ കാഴ്ചയിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറുകയില്ല എന്നും തീർത്ത് പറയുന്നു. എന്നും ശരീരമാണ് എൻ്റെ മുമ്പിലുള്ളത്. ശരീരത്തിലൂടെ എന്തെല്ലാം കാണിക്കുന്നു. ഗോപിയാശാൻ ഒരു ആകാശം എന്ന് കാണിക്കുന്ന സമയത്ത് ഗോപിയാശാൻ്റെ കൈകൾ വിടർന്നു നിൽക്കുമ്പോൾ അതിൽ മുഴുവൻ എനിക്ക് ആകാശം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ശരീരം മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തെ ഇത്തരം പരമ്പരാഗത കലകളെല്ലാം ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കൂടിയാട്ടമായാലും കഥകളി ആയാലും ഒക്കെ തന്നെ. ഇനി കഥകളിയെ കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഓരോ വ്യക്തി ചെയ്യുമ്പോഴും ഗോപിയാശാൻ മറ്റു പലരും ചെയ്യുന്നത് തന്നെയാണ് ഗോപിയാശാൻ ചെയ്യുന്നത്. പക്ഷേ ഗോപിയാശാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? അവിടെയാണ് ബോഡി എന്ന് പറയുന്ന, ശരീരം എന്ന് പറയുന്ന ഒരു ഘടകം പ്രവർത്തിക്കുന്നത്. അതിനെ എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. രാമൻകുട്ടി നായരാശാനും ഗോപിയാശാനുമാണ് ഇതിൽ എനിക്ക് എന്തെങ്കിലും മാതൃകയായിട്ട്
ഈ പുസ്തകരചനയ്ക്ക് ഉണ്ടെങ്കിലുള്ളത്. അവരോടുള്ള എത്രയോ രാത്രികൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് കണ്ട കഥകളി, ശ്രീകൃഷ്ണപുരത്ത് പെരുമാങ്ങോട്ടും അതുപോലെ ചെർപ്പശ്ശേരിയൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് കണ്ട കഥകളി, ആ കഥകളിയിൽ ഇവരെ രാമൂട്ടിയാശാനും ഗോപിയാശാനും എനിക്ക് തന്നതായ ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ ഒരു നേർസാക്ഷ്യം മാത്രമാണ് ഈ പുസ്തകം എന്ന് നിങ്ങളോട് ഏവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ, അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന BC-ക്ക് വരാൻ കഴിയില്ല എന്ന് എന്നെ അറിയിച്ചു. അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ രാജേഷിനെ വിടാം, സാറെ വിടാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു സാറ് വന്നു, ഇത് ചെയ്തു തന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് KC നാരായണൻ ഇത് അവതരിപ്പിച്ചു. എനിക്ക് ഇത് അവതരിപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ സജസ്റ്റ് ചെയ്തത്. എന്തായാലും ഇവരൊക്കെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സാധാരണ കഥകളിക്ക് വരാത്ത പലരും ഇന്ന് ഞാൻ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അവരോടും സ്ഥിരമായി വരുന്നവരോടും എല്ലാവരോടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടും പ്രത്യേകിച്ച് പ്രശാന്ത്, സെക്രട്ടറി പ്രശാന്ത്, പ്രസിഡൻറ്റ് KP രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മറ്റെല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇവർ തീരുമാനിച്ചത് പ്രകാരമാണ് ഇത് നടന്നത്. ഞാൻ അറിഞ്ഞിട്ടല്ല ഈ തീരുമാനം ഉണ്ടായത്. അവരോടെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ചെറിയൊരു പുരസ്കാര ദാന ചടങ്ങാണ്. സാധാരണ വാർഷികത്തിൻ്റെ വേദികളിൽ അതാത് വർഷങ്ങളിൽ സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളിയുമായി ബന്ധപ്പെട്ട കലാപ്രകടനങ്ങളിൽ സമ്മാനാർഹരായവരെ പുരസ്കാരം നൽകി ആദരിക്കാറുണ്ട്. സാധാരണ വാർഷിക വേദികളിലാണ് ചെയ്യാറ്. ഈ വാർഷികത്തിന് ഈ കുട്ടിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. കുട്ടി ഇന്ന് എത്തിയിട്ടുണ്ട്. കുമാരി പാർവതി 2025 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥകളി സംഗീതത്തിൽ A ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിയെ പുരസ്കാരം നൽകി ആദരിക്കാൻ ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകാനായി രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത നന്ദി പ്രകടനമാണ്. എക്സിക്യൂട്ടീവ് അംഗമായ രാജശ്രീയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹൃദയരെ, ഡോക്ടർ AN കൃഷ്ണൻ രചിച്ച വാക്കിൻ്റെ ഉടലെഴുത്തുകൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആദ്യമായി ഏവർക്കും സ്വാഗതം പറഞ്ഞ നമ്മളുടെ ക്ലബിൻ്റെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് OM രവിയെ ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കഥകളി പോലെ മഹത്തായ ഒരു രംഗകലയെക്കുറിച്ചുള്ള ഒരു നിരൂപണം, ആ പുസ്തകത്തെ എങ്ങനെ ഹൃദ്യമായും വായിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും ഒരു പ്രത്യേക വീക്ഷണത്തോടെ പിന്നീട് കഥകളി കാണുവാനുമായി എങ്ങനെ സാധിക്കും, അഥവാ എങ്ങനെ പ്രേക്ഷകർക്ക് ഉതകുമെന്ന് നമുക്ക് വളരെ ലളിതമായും വളരെ മനോഹരമായും മനസ്സിലാക്കി പുസ്തക പരിചയം നടത്തിയ പ്രസിദ്ധ സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ശ്രീ KC നാരായണനെ നമ്മളുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും തൃശ്ശൂർ കഥകളി ക്ലബ്ബ് ക്ഷണിച്ചപ്പോൾ വളരെ വേഗം തന്നെ ഓടിയെത്തിയ ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി വന്ന കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് സാറിനെ പ്രത്യേകമായി എൻ്റെ സ്വന്തം പേരിലും കഥകളി ക്ലബിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പുസ്തകം വാങ്ങിയ നമ്മളുടെ കഥകളി ക്ലബ്ബ് സെക്രട്ടറി പ്രശാന്ത് ജി മേനോനോടും ഈ അവസരത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ എല്ലാ കഥകളി ക്ലബിൻ്റെ ഏറ്റവും മൂത്ത കാരണവരും എല്ലായ്പ്പോഴും വളരെ സൗമ്യമായി എല്ലാ ചടങ്ങിലും പങ്കെടുത്ത് സൗമ്യമായി വളരെ നല്ല രീതിയിൽ ആ പരിപാടി പര്യവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ സ്വന്തം രക്ഷാധികാരിയായ ശ്രീ CK നാരായണൻ നമ്പൂതിരിപ്പാടിനോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് പ്രത്യേകിച്ചും കഥകളി പോലുള്ള മഹത്തായൊരു കലയെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യും തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഓരോ വരിയെയും ഉതിർത്തെഴുതുവാനായി പ്രയത്നിച്ച AN കൃഷ്ണ മാഷോട് നമ്മൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദിയുണ്ട്. മാഷയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള നിരൂപണ കൃതികൾ രചിക്കാനായി അവസരങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ എന്നും അതുവഴി നമ്മുടെ കഥകളിക്കൊരു മുതൽക്കൂട്ടാവട്ടെ എന്നും ഞാൻ ഇതിനകം ആശംസിക്കുന്നു. പിന്നെ ഈ ചടങ്ങ് ഏറ്റവും വിജയകരമാക്കുവാൻ വന്ന നമ്മളുടെ സദസ്സിലെ ഏവർക്കും പ്രത്യേകം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു.